ഇന്നും പുറത്തു വന്ന 3 IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീം ഇപ്പോൾ വലിയൊരു താരത്തെ ട്രേഡ് ചെയ്യാൻ പോവുകയാണ്. അത് മറ്റാരുമല്ല, ജഡേജയാണ്. ജഡേജയെ RCB ടീമിലേക്ക് എത്തിക്കാനാണ് അവർ നോക്കുന്നത്. ജഡേജ എത്തിയാൽ അത് അവർക്ക് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഗുണകരമാണ്. ജഡേജ CSK ടീമിന് വേണ്ടി ഒരുപാട് കാലം കളിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ജഡേജയ്ക്ക് CSK ടീമിൽ നിൽക്കാൻ താല്പര്യമില്ല. ഈ ഒരു അവസരം RCB മുതലാക്കുകയാണ്. ജഡേജയെ ട്രേഡ് ചെയ്യാൻ CSK ടീമുമായിട്ട് RCB സംസാരിച്ചിട്ടുണ്ട്. ട്രേഡ് നടന്നാൽ അടുത്ത വർഷം ജഡേജ RCB ടീമിലായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇഷാനാണ് മുംബൈ ടീം. എന്നാൽ കഴിഞ്ഞ വർഷം ഇഷാൻ ഫോം ഔട്ടായിരുന്നു. ഒരു മാച്ചിൽ പോലും നന്നായിട്ട് കളിച്ചില്ല. ഇപ്രാവശ്യം മെഗാ ഓപ്ഷൻ ആയതുകൊണ്ട് ഇഷാൻ കിഷനെ മുംബൈ ടീം റിലീസ് ചെയ്യുകയാണ്. അവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇഷാനെ ഇപ്പോൾ CSK നോക്കുന്നുണ്ട്. ലേലത്തിൽ ചെന്നൈ ഇഷാനെ വിളിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ധോണി ചിലപ്പോൾ അടുത്ത വർഷം മാത്രമേ കളിക്കുകയുള്ളൂ. അതുകൊണ്ട് ധോണിക്ക് പകരക്കാരനായിട്ട് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ് CSK നോക്കുന്നത്. സഞ്ജുവിനെ കിട്ടിയില്ലെങ്കിൽ ഇഷാനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് അവരുടെ പദ്ധതി. ഇഷാൻ മുംബൈ ടീം വിട്ട് പോവാനൊരുങ്ങുകയാണ്. CSK ടീം ഉറപ്പായിട്ടും ഇഷാനെ വിളിക്കും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. സഞ്ജു ആയിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ. രാജസ്ഥാനെ സഞ്ജു നന്നായിട്ട് തന്നെയാണ് മുന്നോട്ട് നയിച്ചത്. എന്നാൽ രാജസ്ഥാനെ കപ്പ് നേടാൻ സാധിച്ചില്ല. രാജസ്ഥാന്റെ മാനേജ്മെന്റ് വരെ മാറിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് സഞ്ജുവിനെ നീക്കണമെന്നാണ് രാജസ്ഥാൻ മാനേജ്മെന്റിന്റെ ആവശ്യം. ഇപ്പോഴിതാ രോഹിത് ശർമ്മ ലേലത്തിലേക്ക് വരാൻ ഒരുങ്ങുകയാണ്. മുംബൈ ടീം രോഹിത് ശർമ്മയെ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. രോഹിത് ശർമ്മയെ ലേലത്തിൽ വിളിച്ചെടുത്ത് രാജസ്ഥാന്റെ പുതിയ ക്യാപ്റ്റൻ ആക്കാനാണ് അവരുടെ പദ്ധതി. രോഹിത് ശർമ്മ രാജസ്ഥാന്റെ ക്യാപ്റ്റനായാൽ അത് സഞ്ജുവിനും ഗുണകരമാണ്. അതുമാത്രമല്ല, പുതിയൊരു കോച്ചും കൂടി രാജസ്ഥാനെ എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, രാഹുൽ ദ്രാവിഡാണ്. അടുത്ത പ്രാവശ്യം പുതിയ ക്യാപ്റ്റനും പുതിയ കോച്ചുമാണ് രാജസ്ഥാനെ. രാജസ്ഥാൻ അടിമുടി മാറുകയാണ്. അപ്പോൾ അടുത്ത IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.